ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അപ്പം നമ്മളുടെ മലേഷ്യൻ വ്ലോഗ് അങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത്രയും വീഡിയോസ് എടുത്തിട്ടുണ്ട്, അത്രയും കാഴ്ചകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതങ്ങോട്ട് തീരാത്തത് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് കറങ്ങാൻ പോയാലോ? അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് കേട്ടോ. കാരണം ബ്രേക്ക്ഫാസ്റ്റ് നല്ല കനത്തിൽ കഴിക്കേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ലഞ്ച് നമുക്ക് കഴിക്കാൻ സമയം കിട്ടിയിട്ടില്ല എന്ന് വരും. കാരണം നമ്മളിങ്ങനെ കറക്കത്തിൻ്റെ ഇടയിൽ ലഞ്ചിനുള്ള സമയമൊന്നും ഇടയ്ക്ക് അങ്ങനെ കാര്യമായിട്ടൊന്നും കിട്ടിയെന്നില്ല വരില്ല. നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല കണക്കിന് എല്ലാവരും കഴിച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. അത് നമ്മൾ മാത്രമല്ല, ഒരുവിധം എല്ലാവരും അവിടെ ഉള്ളവരൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഇഷ്ടം പോലെ നല്ല സമയം എടുത്ത് കുറേ നേരം ഇരുന്ന് കഴിച്ച് അങ്ങനെ നമ്മൾ കറങ്ങാൻ ഇറങ്ങാൻ. നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് തന്നെ നമുക്കിങ്ങനെ അമ്പലങ്ങളൊക്കെ കാണുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയിലുള്ള അമ്പലങ്ങൾ, അതായത് നിറയെ തമിഴരുള്ളൊരു സ്ഥലമാണ് മലേഷ്യ, അതുപോലെ തന്നെ മലയാളികളും ഒക്കെ ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശരിക്കും നമ്മളുടെ മാലയും പൂജാ സാധനങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ വിൽക്കാനൊക്കെ വെച്ചിട്ട് അത് ശരിക്കുള്ള അമ്പലം തന്നെ അവിടെ ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥനകളും പൂജ ചെയ്യുന്നതും മണിയടിക്കുന്നതിൻ്റെയൊക്കെ സൗണ്ടൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തതാ. നമ്മൾ ആദ്യം പോകുന്നത് KLCC അക്വേറിയത്തിലേക്കാണ് കേട്ടോ. KLCC പറഞ്ഞ കോലാലംപൂർ കൺവെൻഷൻ സെന്റർ. അപ്പൊ ഈ അക്വേറിയം ഭയങ്കര വലുതാണ്. അതായത് ഒരു 2-3 മണിക്കൂർ നടന്ന് കാണാനുള്ള പരിപാടികൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് കേട്ടോ. അതായത് കുഞ്ഞു സീ ഹോഴ്സസ് തൊട്ടിട്ട് ഭയങ്കര വലിയ ടൈഗർ ഷാർക്സ് വരെ ഉള്ള അത്രയും കുറേ സംഭവങ്ങൾ അതിൻ്റെ ഉള്ളിൽ കാണാനുണ്ട് കേട്ടോ. നമുക്കിങ്ങനെ കാണാം. അത് അക്വേറിയ ഇങ്ങോട്ടൊക്കെ ഇതിൻ്റെയാണ് ഫോട്ടോ, പേര് വേണ്ടത്. എടുക്കാനും പാടില്ല, അതിനെ ബലമായി പിടിക്കാനും പാടില്ല. 2 ഫിംഗർ നമ്മളിതൊക്കെ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ നിൽക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഇപ്പോഴൊന്നും തീരില്ല. ഒരുപാടുണ്ട് കേട്ടോ കാണാൻ. കാരണം ഒരുപാട് കാണാനുണ്ട്. അപ്പം അത് ഞാൻ വീഡിയോ ഒക്കെ മുഴുവൻ എടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ എല്ലാം ഒന്നിങ്ങനെ ഓടിച്ച് കാണിക്കുന്നേ ഉള്ളൂ, മുഴുവനായിട്ട് അങ്ങനെ കാണിക്കുന്നില്ല കേട്ടോ. ഇതൊരു എന്തിരുന്ന് രണ്ടെണ്ണത്തിനും കൂടെ ഒന്നിച്ച് ഇതിനെ കണ്ടുവോ? ഇതങ്ങനത്തെ നിറയുന്നുണ്ട്. അതാ ഓ ശരി. ഇതിനുള്ളിൽ കുറെ എണ്ണം കേട്ടോ. ഞാൻ അതൊക്കെ ട്രീ എന്നാ കരുതി. എന്താ ഇതിന്റെ ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കണം. എവിടെ നീ ഒറ്റയ്ക്ക് കാണിച്ചു കൊടുക്കാം ഫോട്ടോ എടുത്തിട്ട്. പച്ചത്തവള നല്ല രസം കാണാല്ലേ. അതൊക്കെ മൂവ് ചെയ്യുന്നുണ്ടോ? മൂവ് ചെയ്യുന്നുണ്ടത്. അത് ബാഗ്
Typical fishes are size. The fishes do not have any eyelids. And also, please remember to carry your personal belongings with you at all times. For example, your baby stroller and also your luggages. Because putting them in the middle of the lake Face ID. to our next station, which is the underwater tunnel, also known as the living ocean area. There is crocodile. It's 19 meters long, which makes it the longest underwater tunnel in Southeast Asia. And if you think that you're അതിനാണ് ആകെ ഒരു കാട്ടിലെത്തിയ പോലെ ഒരു ഫീലിംഗ് അല്ലേ? ആകെ ഒരു കാടിൻ്റെ ഉള്ളിൽ എത്തിയ പോലെ ഉണ്ട്. തണുപ്പും കാറ്റും ആ ഒന്നുമില്ല. അണ്ടർ ഓ ടണൽ. അയ്യോ വീഴാതെ. ഓ മൈ ഗോഡ്. അയ്യോ Your time inside the tunnel. Family, friends, group or partners with you at all times. Kindly reach out to any of our staffs nearby if you need an assistance. Thank you for choosing Aquaria KLCC as a place of visit today. Have a good day, everyone. നല്ല കേട്ടോ. അത് ഒരുപാടാണ്, ഒരു ലോകം ടണലാണ്, ഒരുപാടുണ്ട്. ആക്ച്വൽ സൈസിൽ നിന്ന് 30% കുറവാണെന്ന് ചെറുതായിട്ടാണ് നമുക്ക് കാണാം. എത്ര വലുതാണ് ഇത്, ഭയങ്കര വലിയ ടണലാണേ. ഇവിടെ നിന്ന് ബ്രോ. ഇവിടെ നമുക്ക് ഷോപ്പിങ്ങിനുള്ള സ്ഥലമുണ്ട് കേട്ടോ, ഇതിൻ്റെ ഉള്ളിൽ തന്നെ. അച്ചടാ ആരോ എന്ത് രസാ, ക്യൂട്ട് അച്ചടാ. എനിക്കിതിനെ ഭയങ്കര ഇഷ്ടമായി. ഒന്ന് അമ്മയും കുട്ടിയോടും ഒന്ന് പപ്പയും കുട്ടിയോടും നോക്കട്ടെ. നോക്കട്ടെ അത് പാറുവിനെ കാണിച്ചെടുക്ക്. ഓർക്കാ പാറുവിൻ്റെ അതേപോലെ ഉണ്ട്. ഇപ്പുറത്തെ സൈഡിലേക്ക് നിൽക്കുക, അവിടെ ലൈറ്റ്. ഓ ഇത് കൊള്ളാലോ, ഇത് രസമുണ്ട്. ഇത് എടുക്കുമോ വെള്ളത്തിലുള്ളത്? ഓ അങ്ങനെയാണോ?
ഏയ് നല്ല ഭംഗി. അങ്ങനെയല്ല, ഇങ്ങനെ ഇങ്ങനെ തിരിക്കുക. ആ ഏയ് നല്ല ഭംഗിയുണ്ട്. ഞാൻ ഇതെടുക്കട്ടെ. കണ്ണട പിന്നിക്കിടും. ആ അക്വേറിയത്തിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കുറേ സാധനങ്ങൾ വാങ്ങിക്കാൻ കിട്ടും ട്ടോ. നല്ല ഭംഗിയാണ്. എന്തൊരു ക്യൂട്ട് അറിയോ കാണാൻ. നമുക്ക് ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ ആയി പോവും. അതുപോലെ ഭംഗിയുള്ള സാധനങ്ങളാണ് കേട്ടോ. അപ്പം ഇങ്ങനെ ഒന്നെടുക്കുമ്പോൾ തോന്നും അടുത്തതാണ് ഭംഗി, അടുത്തെടുത്തോന്നും മറ്റേതാണ് ഭംഗി. അങ്ങനെ 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 എന്തൊക്കെയോ ഒക്കെ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് നല്ല ക്യൂട്ട്, എല്ലാം കാണാൻ നല്ല ക്യൂട്ടാണ്. സ്റ്റാർ ഫിഷ്, ഗ്ലോബ് ഇത് രസമാണ് അറിയോ. അയ്യോ കളർ മാറുന്നുണ്ടോ? തിന്നിട്ട് പോയി കുറച്ച് ഐസ്ക്രീം നേരിട്ടിട്ട് ഫോട്ടോ എടുക്കട്ടെ. മൂഞ്ചല്ലി, സീ ഹോസ് ചെറുത്ത്, ഭയങ്കര കുട്ടി കുട്ടി സീ ഹോസ്. ഇവിടെ എന്തൊക്കെയോ ഷോപ്പിങ്ങിനുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. വീഡിയോ എടുക്കുന്നുണ്ട്. വീഡിയോ വേഗം ഇങ്ങനെ കാണിക്കാം. അങ്ങനെ അതെ 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 കെട്ടുകെട്ടായിട്ട് പൈസ ആയിട്ട് വരും. കെട്ടുകെട്ടായിട്ട് ഇതാണ് പിന്നെ ഇത് നോക്കൂ, ഇതെങ്ങനെയും ചെയ്യാം. ഓ ഇതിനെ കെട്ടിപ്പിടിച്ച് കിടന്നു. എൻ്റെ അമ്മ അടുത്ത് കഴുത്ത് കൂടെ ഇട്ടോളൂ, എന്നൊരു ആഗ്രഹം തീർക്കാം. അടുത്ത് കഴുത്ത് കൂടെ ഇട്ടോളൂ. കഴുത്ത് കൂടെ ഇട്ടോളൂ. ഇതാ പപ്പിക്ക് ഇഷ്ടമുള്ള സാധനം. ഇതൊക്കെ പറഞ്ഞു അതിൻ്റെ അത് ഫുള്ള് കിട്ടാനെന്നുണ്ടെങ്കിൽ ഫോട്ടോ ആയിട്ടാണോ? ഇവിടെ മൊത്തം ഷോപ്പിംഗ് ആണ്. മൊത്തം ഷോപ്പിംഗ്. നല്ല അടിപൊളി സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഇതുണ്ട്, ഇവിടെയൊക്കെ നിറയെ ഷോപ്പിംഗ് ആണ്. ഒരുപാട് സ്ഥലങ്ങൾ.
നമ്മളുടെ ഫോട്ടോസ് എടുത്തതുണ്ട്, നമ്മൾ കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. ഹലോ, എന്തായി ഒക്കെ മേടിച്ചു കഴിഞ്ഞാ? നന്നായി. അങ്ങനെ നമ്മൾ അക്വേറിയലൊക്കെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇത് ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഇതാണിരുന്നു അതിൻ്റെ എൻട്രൻസ്. ഇത് ഇളക്കി 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 ഇളക്ക് ഇളക്ക്. അങ്ങനെ നമ്മളിതാ നമ്മുടെ കാറിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അടുത്ത് നമ്മൾ ബേർഡ് പാർക്കിലേക്കാണ് പോണത്. അവിടെ ഒന്ന് ഓട്ട പ്രദക്ഷിണം നടത്തി വരാം. ഇതെന്താ അത്? ഇങ്ങനെയൊക്കെ വേണം അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ? അമ്മേ ഇതെന്തത്? നമ്മൾ കൂട്ടിൻ്റെ ഉള്ളിലേക്ക് വന്നാ? ശരി. ഓ അതെ, ഞാൻ സാധാരണ ബേർഡ് പാർക്കിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ട് നമ്മളാണ് ഇവിടെ കൂട്ടിൽ കയറുന്നത് അല്ലേ? സാധാരണ നമ്മൾ കാണാൻ നമ്മൾ പുറത്ത് നിന്നിട്ട് ഇങ്ങനെ കാണല്ലേ ചെയ്യുക. ഇത് നമ്മൾ പക്ഷികളുടെ കൂടെ കൂട്ടിൽ കയറിയിട്ടാണ് കാണുന്നത്. എന്താ ഇരിക്കുന്നു ഇവിടെ പറയുന്നത്? ഇത് കഴിഞ്ഞാലും ഇതുപോലെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങണം. എങ്ങനെയാണ്? ഞാൻ വരുന്നുണ്ട്. അടുത്തതിൻ്റെ ഉള്ളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല വെയിലാണ് കേട്ടോ. സ്ഥലം നല്ല ഭംഗി വെച്ചാൽ ഫുൾ മരങ്ങളാണ്, നിറയെ മരങ്ങൾ. അടിപൊളി. എന്ത് രസം കാണാൻ. എൻ്റെ അമ്പോ, നല്ലൊരു ഫ്രെയിം. ആരാപ്പത്? ഹലോ ഹലോ. അതിൻ്റെ തലയിൽ കണ്ടോ കിരീടം? കണ്ടോ എന്താ ഭംഗി കിരീടത്തിൻ്റെ. കൊള്ളാം. കണ്ടോ അവരൊക്കെ സുഖമായിട്ട് നടക്കുകയാണ്. വലിയ കാടിൻ്റെ ഉള്ളിൽ അങ്ങനെ നടക്കുകയാണ്. ആൾക്കാരെ ആരും പേടിക്കാണ്ട്. നല്ലല്ലേ? കൊള്ളാം. കൂട്ടിലൊന്നുമല്ല. ഭയങ്കര അടിപൊളി സ്ഥലം കേട്ടോ. സൂപ്പർ. വെയിലിൻ്റെ പ്രശ്നമില്ല. അവനിപ്പോൾ നമ്മൾ കൂളിംഗ് ഗ്ലാസ് വെച്ചോണ്ട് ഫീൽ ചെയ്യാത്തതാണ്. പക്ഷെ നിറയെ മരങ്ങളുണ്ട്. എന്ത് രസം. താഴേക്ക് പോകണം. അയ്യവ നല്ല വെയിൽ. ഈ ഫൗളാണ്. ഈ നല്ല മണം. ഇതിൻ്റെ ഉള്ളിലൊക്കെ എവിടേക്കൊക്കെയോ ആരൊക്കെയോ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഫുൾ ഇങ്ങനെ സ്ഥലങ്ങളാണ്. എന്ത് രസം കാണാൻ. ഗിഫ്റ്റ് ഷോപ്പാണിത്. പക്ഷികളൊക്കെ ഇവിടെയൊക്കെ ഉണ്ട്. പാറിപ്പോണ്ടിരിക്കാൻ വേണ്ടിയിട്ടുണ്ടോ? ഫുള്ള് നെറ്റിട്ടുണ്ടോ? ഭയങ്കര വലുതായിട്ട്. പക്ഷേ എല്ലാവർക്കും സുഖമായിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ പോകാം. നമ്മളാണ് കൂട്ടിൽ. ഇങ്ങനെയാണ് വേണ്ടത്. പക്ഷികളെ കൂട്ടിലിടരുത്. ഓ ഓ ഓ. ഓസ്ട്രിച്ചിന്റെ മുട്ട കണ്ടിട്ടുണ്ടോ? പിന്നെ കോഴീനെ കണ്ടേ. ഇവിടെ കോഴിയും പിന്നെ കോഴിയും പിജിയനും. എന്താണ് കോഴീനെ കുറിച്ചും ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് വന്നിട്ടുണ്ട് മുപ്പര്. ബേർഡ് ഷോ നടക്കുന്നല്ല, കഴിഞ്ഞു പോകുന്നുണ്ട്. നമ്മളെത്തി. ആരുടെയോ കുളിസി. പാറുവിന്റെ ഫ്രെയിമില്.
എനിക്ക് ഇനിയിപ്പം കൂടെ പഠിക്കാൻ വയ്യ. ദൈവ ഇതൊക്കെ ഏതാ പക്ഷികളെന്ന് പഠിപ്പിക്കുന്ന സ്കൂളാണോ? നമ്മളെ മാവുമ്പലുണ്ടത് കൂടുണ്ടാക്കി വെച്ചിട്ടുണ്ടോ, എന്ത് രസമായിട്ടാ നമുക്ക്. എൻ്റെ അമ്മ ഉണ്ടോ കുട്ടികളെന്നെ സ്കൂൾ ട്രിപ്പാണ്, കുഞ്ഞു മക്കള്. നല്ല രസം ബേർഡ് പാർക്കിൽ. നല്ല കുട്ടി ഇഷ്ടമാണ് പക്ഷേ ഭയങ്കര ചാടിയാണ്. അത് ഭയങ്കര ചീറ്റിംഗ് ആയി. ഇതൊക്കെ ആരെങ്കിലും വരുമോ വെച്ചിട്ട് നോക്കി നിൽക്കണം. ഞാൻ ഒന്ന് കൊടുക്കട്ടെ. പക്ഷെ ഇവിടെ പക്ഷെ അതിനൊന്നും ആരെങ്കിലും ഫുഡ് കൊണ്ടുപോകും. അത് ശരിയാ. ആരത്തെ അമേരിക്കൻ പെലിക്കൻ ഓസ്ട്രേലിയൻ കാണുന്ന എന്താണ് സാധനം? മൂങ്ങയുടെ അടുത്തേക്ക് വെക്കാം. അതാ വലിയ രോഗം ഇവിടെ ഫെഷേഴ്സ് ഉണ്ട്. ഇത് കണ്ടോ അസ്ഥിപുറം ബ്ലാക്ക് ബിറ്റർ അതെ എനിക്ക് അങ്ങനെ പറയാൻ പാടൂ. ഇതൊക്കെ വലുത്. കണ്ടോ അസ്ഥിപുറം? ഇതൊക്കെ എത്ര കാലം മുമ്പ് ചത്താണോ അല്ലേ? വ്യത്യാസമുണ്ട്. നമ്മുടെ പൈപ്പിൽ, നമ്മുടെ സ്വന്തം പൈപ്പിൽ നമ്മുടെ ഒന്ന് പറിച്ചു വെച്ചത് അത് പക്ഷിയുടെ പേരാണോ? ഞാൻ കുറച്ചു മുമ്പ് കണ്ടു ഇബിസ് വേറൊരു സ്ഥലത്ത്. കക്കപ്പോ പാറു ചേച്ചി, പ്രതു ചേച്ചി. അങ്ങനെ നമ്മൾ തിരിച്ച് പോവാനുള്ള. ഇനി ഉണ്ടോ എൻ്റെ അമ്മ? നടന്ന് വയ്യണ്ടായിട്ടോ, എനിക്ക് വയ്യട്ടോ നടക്കാൻ. അവിടെ ബോർഡ് കണ്ടപ്പോഴാണ് നമ്മളെ തൊട്ടടുത്ത് എസ്കേപ്പ് ചെയ്ത് തിന്ന്. അതാ അതിന്റെ സ്ഥലമാണ്. അയ്യടാ കുട്ടി പോയി നോക്ക്. ഇവിടെ ആരൊക്കെയത്? ഇതെന്താ സാധനം? പേരില്ല. എല്ലാവരും സ്നേഹത്തോടെ ഭക്ഷണം കഴിക്കുന്ന കൊള്ളാം. പലതരത്തിലെല്ലാവരും ഉണ്ട്. മരങ്ങളാണ്. എല്ലാവരും സ്നേഹത്തോടു കൂടി കഴിയുന്ന സ്ഥലമാണ്. അമ്മ എൻ്റെ തലയിൽ കൂടെയാണ് പറഞ്ഞത്. അങ്ങോട്ട് പോകാൻ പറ്റുമോ? അങ്ങനെയാണ് മയിലപ്പുറത്തേക്ക് വന്നത്. അങ്ങനെ ഓപ്പണായിട്ട് നടക്കുകയാണ്. ആ മയിലുകൾ ഇവിടെ നിറയുന്നുണ്ട്. മയിലുകൾ നിറയുന്നുണ്ട്. കൊക്കിന്റെ നീളം കണ്ടോ അല്ലേ? ഓ ചൂട് സഹിക്കാൻ വയ്യണ്ട കുട്ടിക്കുണ്ട്. അത് നല്ല ഫീലുള്ളൊരു മയിലുണ്ട് അവിടെ. ആ കണ്ടു. ആഹാ ഹാ. ഓ
അയവ മയിലുകളും ഒക്കെ ഉണ്ടല്ലോ. ആയി നല്ല പീലിയുള്ളൊരു മയിലല്ലേ? ഇല്ലേ, പീലി കുറവാ. രസമുള്ളൊരു ഏരിയ കേട്ടോ. എല്ലാവരും തലയുടെ മുകളിൽ കൂടെയൊക്കെയാണ് പറഞ്ഞു പോകണം. അവിടെ വലിയൊരു വാട്ടർഫോൾ ഉണ്ട്. നല്ല രസമുണ്ട് ഇങ്ങോട്ടൊക്കെ. ഇതിൻ്റെയൊക്കെയാണ് പ്രിൻസസ് ട്രീറ്റ്മെൻറ്റ് പറയണ. ശരി, എന്താ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കുക. ആയി എന്താ രസം. AC കൊണ്ട് നടക്കുക. നിങ്ങളത് എങ്ങോട്ടാ പോണേ? ആ തന്നെയാണ് നടന്നത്. ഉജ്ജിനെ പോലെ ഊഞ്ഞാലാടണം ഇപ്പൊ പിടിച്ചിട്ട്. ഇതേ ഒരു മയിൽ. ഹൈ ബ്യൂട്ടിഫുൾ. ഹായ് മയിൽ, വെരി ബ്യൂട്ടിഫുൾ. ഓക്കെ, 还是要那个对天嘛？那这个凹啦，这个说了嘛，这个凹对，这个大的。咦，你不要的对，或者这样，我提前好吧，你反过来再反过来。 അക്വേറിയത്തിൻ്റെ പോലെ തന്നെ ബേർഡ് പാർക്കിലും ഒരുപാട് നടന്ന് കാണാനൊക്കെ ഉണ്ട്. നമ്മളവിടെ എത്തിയത് നല്ല നട്ടുച്ച സമയമായിരുന്നു കേട്ടോ. വെയിലിൽ ഇങ്ങനെ നടന്ന് നമുക്കങ്ങനെ മദ്യവും അതുപോലെ നമ്മൾ അങ്ങനെ ക്ഷീണിച്ചു. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ വളരെ കുറച്ചാണ് ഞാൻ ശരിക്കും ബേർഡ് പാർക്ക് കാണിച്ചിട്ടുള്ളൂ കേട്ടോ. അത്ര അധികമൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. കാരണം ഒക്കെ കൂടെ കാണിക്കാൻ വയ്യ, അത്രയുണ്ട്. പിന്നെ ഇവിടെ അതെ നമുക്ക് ഗിഫ്റ്റ് ഷോപ്പുകളൊക്കെ ഉണ്ട്, നിറയെ നല്ല നല്ല ഭംഗിയുള്ള കുറേ സാധനങ്ങൾ. അപ്പം നമ്മളുടെ അണച്ചികൾ നമുക്കാണെങ്കിൽ തിരിച്ചു പോവേണ്ട സമയമായി. അപ്പം അത് കാരണം കൊണ്ട് നമ്മളിങ്ങനെ ഓടി വേഗം സാധനങ്ങളൊക്കെ ഒന്ന് ഇങ്ങനെ കണ്ട് ജസ്റ്റ് വാങ്ങിക്കാനുള്ളതൊക്കെ വാങ്ങിച്ച് വേഗം വരുമായിരുന്നു. അത്ര തന്നെ. അങ്ങനെ നമ്മൾ ബേർഡ് പാർക്കും കഴിഞ്ഞ് എൻ്റെ അമ്മയും നട്ടപ്പൊരു വെയിലാണ്. ഇതായിട്ടായിരുന്നു കഴിഞ്ഞ് തിരിച്ച് നമ്മൾ കാറിലേക്ക് പോകാൻ. അങ്ങനെ നമ്മൾ വീണ്ടും ട്രിപ്പ് കഴിഞ്ഞത് പറയാറായിട്ടില്ല. വീണ്ടും നമ്മൾ റൂമിലെത്തി അല്ലേ. ഡയലോഗുകൾ ഇനി നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനുള്ള സമയമാണ് കേട്ടോ. അപ്പോൾ പ്രതു ഇവിടെ കിടന്നുറങ്ങി. അപ്പുറത്ത് റൂമുണ്ട് പാറുവിനും മൃദുവിനും, പക്ഷെ ഇവിടെ കിടന്നുറങ്ങി. പാറു ദേ ഇരിക്കുന്നു. അപ്പോൾ നമ്മൾ അടുത്ത പരിപാടിക്ക് പോകുന്നവരെ ചുമ്മാ റെസ്റ്റ് ചെയ്യാം.